ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമുക്ക് എന്നെ ട്യൂഷൻ പഠിപ്പിച്ചൊരു ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് ചാണകപ്പൊടി കിട്ടിയിട്ടുണ്ട്. നല്ല പരുവായി, നല്ല പൊടി പോണ കാര്യം ഇത്ര കിട്ടണം. ഇത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനം ഇവിടെ വിളയിപ്പിക്കാൻ പറ്റും. കാരണം ഈ ചെടിയുടെ വേരൊന്ന് ആദ്യം ഓടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പരിപാടി. ഇപ്പോൾ നമ്മളിപ്പോൾ കുക്കുംബറിൻ്റെ അന്ന് 10 ദിവസം മുമ്പ് കുഴിച്ചിട്ട കുക്കുംബറെല്ലാം ഈ പരുവായി ഉണ്ടോ ഇത്രയായി. F1 ഹൈബ്രിഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നെയ്യോർണത്തിനകത്ത് പോയി ആരാണ്ട് തിന്നുകൊണ്ട് പോയിരുന്നു. ഇതൊക്കെ ഇത്രയായി. 10 ദിവസം പോലും ആയെന്ന് തോന്നുന്നില്ല. 2-3 എണ്ണം പോയിട്ടുണ്ട്. അവിടെ വേറെ വെക്കണം. ഇതിപ്പം ഇതെങ്ങനെയാണ് ഇതിനകത്ത് നമ്മൾ രണ്ടാമത് ഈ വളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇപ്പം ഈ ബാഗ് ഇതേ പരുവത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ കുരു ഡയറക്റ്റ് ഇട്ട് കിളിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഈ സൈഡ് ആദ്യം ഇങ്ങനെ കരണ്ടി കൊണ്ട് കുത്തി ഇളക്കി കൊടുക്കും. കുത്തി ഇളക്കി ഈ സൈഡ് ഇങ്ങനെ കുത്തി ഇളക്കി കഴിയുമ്പോൾ മണ്ണിന് നല്ല ഇളക്കമായി. ഇനി അവിടേക്ക് നമ്മൾ ഈ ചാണകപ്പൊടി കിട്ടിയത് വലിയ ലക്കായി കേട്ടോ. ഇത് കത്തിക്കയറും. കാരണം അത്രയ്ക്ക് പൊടിഞ്ഞ സംഭവം. നമ്മളിങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് ഈ ബാഗ് ഫുള്ള് നിറയ്ക്കും. ഇല വരുന്നതനുസരിച്ച് ഉണ്ടാവും. ഇനിയിപ്പം 3-4 ദിവസം കൊണ്ട് പറന്ന് കയറും. അതേ രീതിയിലായിരിക്കും ഇതിൻ്റെ വളർച്ച. നമ്മുടെ ഇവിടം വരെയായേ. നമുക്ക് എല്ലാ ബാഗുകളും എന്ത് കണ്ടീഷനായെന്ന് നമുക്ക് നോക്കാം. ഉണ്ടോ, എല്ലാം കിളുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആരോഗ്യം കുറവാണ്. നമ്മളിപ്പോൾ ഈ ചാണകപ്പൊടിയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഒരെണ്ണം കിളുക്കാൻ താമസിച്ചത്. ശരിയാവും, ചെറിയായി വന്നോളൂ. ഉണ്ടോ, പിന്നെ ഈ നടുക്ക് തണ്ണിമത്തൻ ഇട്ടുകൊണ്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ ഒരാഗ്രഹം മനസ്സിൽ. കുട്ടനാട്ടിൽ തണ്ണിമത്തനോട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കുഴിച്ചാട്ടമായിരിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ്. ജയിപ്പിക്കണം. എല്ലാത്തിനും സമയം തികയാതെ വരുമ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വെളുപ്പിനെ ഉണ്ടല്ലോ, രാവിലെ ഈ 6 മണി 5:45 ഞാനിവിടെ ഒരു 7 മണി വരെ എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ സമയമുള്ളൂ. അത് കഴിയുമ്പോൾ എനിക്ക് വേറെ സ്ഥലത്ത് പോകണം.